കേരള ഘടകത്തിന് പിന്നാലെ ഹരിയാന ഘടകവും പിരിച്ചുവിട്ട ആം ആദ്മി പാർട്ടി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായാണ് മുഴുവൻ ഭാരവാഹികളെയും പിരിച്ചുവിട്ടതെന്നാണ് വിശദീകരണം. AAP ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ സന്ദീപ് പഥക് വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പും അടുത്തിരിക്കെയാണ് ആം ആദ്മി പാർട്ടിയുടെ ഹരിയാന ഘടകത്തെ പൂർണ്ണമായും പിരിച്ചുവിട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ബൂത്ത് തലം മുതൽ കേഡർ സംവിധാനം വിപുലീകരിക്കുക എന്നതാണ് ലക്ഷ്യം. എല്ലാ തലങ്ങളിലും ഭാരവാഹികളുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിനായി പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുന്നതിനാണ് പിരിച്ചുവിടൽ നടത്തിയതെന്ന് AAP ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ സന്ദീപ് പഥക് വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. ഘടകം പിരിച്ചുവിട്ടെങ്കിലും നേതാക്കൾ പഴയ പോലെ തന്നെ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ ജാഗ്രതയോടെയും ചിട്ടയോടെയും നീങ്ങി മികച്ച ഫലമുണ്ടാക്കുകയാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. ഇതിനായി വലിയ പ്രവർത്തന പദ്ധതികളും AAP തയ്യാറാക്കിയതായാണ് റിപ്പോർട്ട്. സമാനമായ രീതിയിൽ നേരത്തെ AAP കേരള ഘടകവും ദേശീയ നേതൃത്വം പിരിച്ചുവിട്ടിരുന്നു. കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന PCC രേഖിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് പിരിച്ചുവിട്ടത്. സംസ്ഥാനത്ത് കാര്യമായ ചലനമുണ്ടാക്കാൻ സാധിക്കാത്തതും പ്രധാന നേതാക്കളാരും പാർട്ടിയിലേക്ക് കടന്നുവരാത്തതുമടക്കം കേരള ഘടകത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു പിരിച്ചുവിടൽ നടപടി. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.